പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ എബ്രഹാം ചെറിയാൻ. ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മുകളിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ വിഷയം കേരള നവോത്ഥാനം എന്നുള്ളതാണ്. 19-ാം നൂറ്റാണ്ടിൽ നവോത്ഥാനം ആരംഭിക്കുന്നതിന് മുമ്പ് കേരളത്തിലെ അവസ്ഥ, പ്രത്യേകിച്ച് തിരുവിതാംകൂറിലെ അവസ്ഥ എങ്ങനെയായിരുന്നു, എത്ര ശോചനീയമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ ശ്രമിക്കുന്നത്. തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന നികുതി സമ്പ്രദായം വളരെ അശാസ്ത്രീയവും പ്രാകൃതവുമായിരുന്നു. ജന്മിമാരും ഭൂസ്വത്തുള്ളവരും ഉന്നതരായ ജാതിക്കാരും നികുതി കൊടുക്കണ്ട, പകരം പാവപ്പെട്ടവരും താണജാതിക്കാരും ആയിരുന്നു നികുതി കൊടുക്കേണ്ടത്. നമ്പൂതിരിമാരെയും നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു, അതുപോലെ ശൂദ്രരെയും ഒഴിവാക്കിയിരുന്നു. നികുതി കൊടുക്കേണ്ടത് പാവപ്പെട്ട ഈഴവരും ദളിതരും മാത്രമായിരുന്നു. ഇതുപോലെ അശാസ്ത്രീയമായും മനുഷ്യത്വരഹിതമായ ഒരു നികുതി സമ്പ്രദായം ലോകത്ത് ഒരിടത്തും നിലനിന്നിരുന്നില്ല എന്നുള്ളതാണ് സത്യം. തിരുവിതാംകൂറിൽ നിലനിന്ന ഒരു നികുതി സമ്പ്രദായമാണ് തലവരി. ഈഴവർ തുടങ്ങി താഴ്ന്ന ജാതിക്കാർ, ദളിതരും ഓരോരുത്തരും തലയൊന്നിന്, ആളൊന്നിന് ഒരു നിശ്ചിത തുക നികുതി കൊടുക്കണമെന്നുള്ളതായിരുന്നു ചട്ടം. 16 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഉള്ളവർ ആണ്ടുതോറും ആ നികുതി അടയ്ക്കേണ്ടിയിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾ പ്രായമായാൽ മുലക്കരം എന്ന പേരിൽ ഒരു കരം നിശ്ചയിച്ചിരുന്നു. അന്ന് അതിനെ എതിർത്ത് ചേർത്തലയിലുള്ള നങ്ങേലി എന്ന സ്ത്രീ തങ്ങളുടെ മുല അരിഞ്ഞ് അവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഈഴവർ മുതൽ താഴെയുള്ളവർക്ക് മേൽവസ്ത്രം ധരിക്കാനൊന്നും അവകാശമില്ലായിരുന്നു. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. കൂടാതെ അടുത്ത ഒരു വരിയാണ്, അല്ലെങ്കിൽ ഒരു നികുതിയാണ് രൂപവരി. ടിപ്പു സുൽത്താൻ തിരുവിതാംകൂർ ആക്രമണത്തിൽ വന്നപ്പോൾ അന്ന് ചെലവായ തുകയുടെ ഒരു അംശം ഈഴവർ മുതൽ താഴോട്ടുള്ള ആളുകളിൽ നിന്നും കൂടെ ഈടാക്കണം എന്ന് ഒരു നിയമം ഉണ്ടായി. അതായത് ആണ്ടിൽ 1 രൂപ വെച്ച് ആ ചെലവിലേക്കുള്ള പണം കൊടുക്കണം എന്നുള്ളതായിരുന്നു അന്നത്തെ രീതി. അത് എല്ലാ പുരുഷന്മാരിൽ നിന്നും അത് ഈടാക്കിയിരുന്നു. കൂടാതെ മറ്റൊരു നികുതിയാണ് പുരുഷാന്തരം എന്ന് പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഒരാൾ മരണപ്പെട്ടു പോയാൽ അവരുടെ അവകാശം അനന്തര അവകാശിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സ്വത്തിൻ്റെ 20% നികുതിയായി കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ ഭൂസ്വത്ത് അവർക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ ഒരു സമ്പ്രദായം നിലവിലിരുന്നു. കൂടാതെ തന്നെ പാവപ്പെട്ടവൻ്റെ ചെറ്റക്കുടലിന് പോലും നികുതി ഏർപ്പാട് ചെയ്തിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ നികുതി അടയ്ക്കാൻ വളരെയധികം പാടുപെട്ടുന്ന ഒരു തലമുറയാണ് ഉണ്ടായിരുന്നത്. അന്ന് മുക്കുവരെ അല്ലെങ്കിൽ അതുപോലുള്ള താണജാതിക്കാരുടെ വള്ളം, വല എന്നിവയ്ക്ക് നികുതി ചാർജ് ചെയ്തിരുന്നു. ഒരാളുടെ കല്യാണം, ദളിതരുടെ അവർണരായിട്ടുള്ളവരുടെ മക്കളുടെ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ സ്ഥലത്തെ നാടുവാഴിയുടെ അനുവാദം വാങ്ങി കെട്ടുകാഴ്ചകൾ കൊടുത്തതിന് ശേഷം മാത്രമേ അനുവാദം കിട്ടത്തുള്ളൂ. മുക്കുവരുടെ അവകാശം സ്ഥാപിക്കാൻ ചില സ്ഥാനങ്ങൾ, തണ്ടാർ, തുറയിലരയൻ തുടങ്ങിയ സ്ഥാനങ്ങൾ സ്ഥാപിച്ച് കിട്ടാൻ അവർക്ക് നികുതി അല്ലെങ്കിൽ കരം കൊടുക്കണമായിരുന്നു. അന്ന് നികുതി പിരിക്കുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. ഉന്നത ജാതിയിലുള്ളവർ അന്ന്
തീണ്ടലും തൊടിയിലും ഉള്ളതുകൊണ്ട് കരം പിരിക്കാൻ പോകത്തില്ല. അപ്പോൾ അങ്ങനെ കരം പിരിക്കുന്നതിന് ഉള്ള ആളുകൾ ഈഴവർ മുതലായ ജാതിക്കാർ ഇപ്രകാരം കരം പിരിക്കാൻ പോയിരുന്നു. അവർക്ക് മുതൽ പടിക്കാർ എന്നും മറ്റുമുള്ള പേരുകളെല്ലാം അറിയപ്പെടുന്നത് അവർക്ക് സ്ഥാനമായി തണ്ടാർ, പണിക്കർ എന്നീ സ്ഥാനങ്ങളും മറ്റും കൊടുത്തിരുന്നു. അങ്ങനെ വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു അന്നത്തെ നികുതി സമ്പ്രദായം ഉണ്ടായിരുന്നത്. അന്നത്തെ വേഷസമ്പ്രദായം വളരെ രസകരമായിരുന്നു. നമ്പൂതിരിമാർ മുണ്ടും ഒരു മേൽമുണ്ടും ധരിച്ചിരുന്നു. നമ്പൂതിരി സ്ത്രീകൾ ഒരു നീളമുള്ള മുണ്ടുകൊണ്ട് ഏത്താപ്പ് കെട്ടി അതിന് മുകളിൽ മുലക്കച്ച കെട്ടിയിരുന്നു. മറക്കുട പിടിച്ചാണ് നടന്നിരുന്നത്. നായർ സ്ത്രീകൾ അരയിലൊരു മുണ്ട് കൂടാതെ മുട്ടറ്റം വരുന്ന ഒരു മുണ്ടെടുത്ത് മേലിൽ ഒന്നും റൗക്കയോ ഒന്നും ധരിക്കാതെ മുലക്കച്ചയും കെട്ടാതെ ആണ് നടന്നിരുന്നത്. ക്രിസ്ത്യാനികളും മുസ്ലിം സ്ത്രീകളും അവർക്ക് മേൽക്കുപ്പായം ധരിക്കാൻ അവകാശമുണ്ടായിരുന്നു. ക്രിസ്ത്യാനി സ്ത്രീകൾ ചട്ടയും മുണ്ടും, അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകൾ കുപ്പായവും ധരിച്ചിരുന്നു. നായർ സ്ത്രീകൾക്കോ ഈഴവർ അതുപോലെ ഉള്ളവർക്കോ അതിന് താഴെയുള്ള ജാതികൾക്കോ ചെറിയൊരു വസ്ത്രം അല്ലാതെ അരയ്ക്ക് മുകളിൽ വസ്ത്രം ധരിക്കാൻ അവകാശമില്ലായിരുന്നു. ദളിതരുടെ വസ്ത്രങ്ങൾ അതിലും ശോചനീയമായിരുന്നു. ചെറിയൊരു വസ്ത്രം അരയിൽ ധരിച്ച് അവർ നടന്നിരുന്നു. അവരുടെ സ്ത്രീകളും അതുപോലെ തന്നെ മുട്ടറ്റം വരെ ഇറക്കം വരുന്ന ഒരു ചെറിയ വസ്ത്രം മാത്രം ധരിച്ചിരുന്നു. ക്രിസ്ത്യാനികൾക്കും നായന്മാർക്കും സാധാരണഗതിയിൽ മുട്ടറ്റം വരുന്ന ഒറ്റമുണ്ടായിരുന്നു. പക്ഷേ പുറത്ത് പോകുന്ന സമയങ്ങളിൽ, വിവാഹത്തിനും പള്ളിയിലും മറ്റും പോകുന്ന സമയത്ത് കാൽപാദം വരെ ഇറക്കമുള്ള മുണ്ടും കൂടാതെ ഒരു മേൽ മുണ്ടും തോളത്ത് ഇടാനുള്ള അവകാശമുണ്ടായിരുന്നു. നമ്പൂതിരി സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ മറക്കുട പിടിച്ച് അവരുടെ മുഖം അന്യരെ കാണിക്കാതാണ് നടന്നിരുന്നത്. ദളിതരായ അവർണർ അവരുടെ മുമ്പിലൊന്നും പ്രത്യക്ഷപ്പെടുകയോ ഒന്നുമില്ലാതെ വളരെ ശോചനീയമായ നിലയിലാണ് നടന്നിരുന്നത്. അങ്ങനെ വേഷവിധാനങ്ങൾ തന്നെ ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അന്ന് നടന്നിരുന്ന ഒരു സമ്പ്രദായമാണ് അടിമക്കച്ചവടം. അതായത് ദളിതരും അവർണരുമായ ആളുകളെ അടിമകളാക്കി കരുതിയിരുന്നു. ഏതാണ്ട് മിക്കവാറും എല്ലാവരും 95% ആളുകൾ ഓരോ ജന്മിമാരുടെ അടിമകളായിരുന്നു. ഈ ജന്മിമാരിൽ നായന്മാരും ക്രിസ്ത്യാനികളും നമ്പൂതിരിമാരും ഉന്നത ജാതിക്കാരും എല്ലാം ഉൾപ്പെട്ടിരുന്നു. ഈ അടിമകളെ പരസ്യമായി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്ന പരിപാടിയുണ്ടായിരുന്നു. കൈമാറ്റം ചെയ്തിരുന്നു. ചങ്ങനാശ്ശേരി, കായംകുളം, കൊല്ലം മുതലായ സ്ഥലങ്ങളിൽ അടിമക്കച്ചവടം നിലനിന്നിരുന്നു. പാവപ്പെട്ട ആളുകളെ അടിമകളിൽ ചന്തകളിൽ കൂട്ടമായി കൊണ്ടുപോയി ജന്മിമാർ വില പേശി അത് വാങ്ങിച്ച് അവർക്കൊരു നിശ്ചിത വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോകുന്ന പരിപാടി ഉണ്ടായിരുന്നു. അക്കാലത്ത് അടിമകളെ ഒന്നിച്ച് വാങ്ങി വിദേശങ്ങളിൽ കയറ്റുമതി ചെയ്യുന്ന, അതായത് സിലോൺ, ആഫ്രിക്ക മുതലായ സ്ഥലങ്ങളിൽ ജോലിക്ക് വിടുന്ന ഒരു പരിപാടിയും ഉണ്ടായിരുന്നു. അതിൽ നിന്നും മൊത്തമായി ഇടനിലക്കാർ പണം സമ്പാദിച്ചിരുന്നു എന്നുള്ളതും ശരിയാണ്. അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം, അതായത് 19-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്നത്തെ പോലെ ആയിരുന്നില്ല. അന്ന് നമ്പൂതിരിമാർക്ക് പ്രത്യേകം പാഠശാലകളുണ്ടായിരുന്നു. അവർ സംസ്കൃതമാണ് പ്രധാനമായി പഠിച്ചിരുന്നത്. അവരെ ഗുരുകുല സമ്പ്രദായത്തിലാണ് ആ സംസ്കൃത പാഠശാലകൾ നടത്തിയിരുന്നത്. ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ച്
അവർ പഠിച്ചിരുന്നു. സംസ്കൃത ശ്ലോകങ്ങളും മറ്റും പഠിച്ച് അവർക്ക് വേണ്ടി മാത്രം, അതായത് നമ്പൂതിരിമാരുടെ കുട്ടികൾക്ക് മാത്രമായിട്ട് ഇപ്രകാരമുള്ള സ്കൂളുകൾ നടത്തിയിരുന്നു. അന്ന് നായന്മാർക്കും ക്രിസ്ത്യാനികൾക്കും പ്രത്യേകം ആശാൻ പള്ളിക്കൂടങ്ങളുണ്ടായിരുന്നു. അതായത് അന്ന് നാട്ടാശാന്മാരുണ്ടായിരുന്നു. നായന്മാരുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും പഠിത്തമുള്ള ആളുകൾ ആശാന്മാരായി അവർ കളരി നടത്തിയിരുന്നു. കളരി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു പള്ളിക്കൂടം പോലെ ഒരു സ്ഥലത്ത് ആശാന്മാർ കുട്ടികളെ നിലത്തെഴുത്ത് പഠിപ്പിച്ചിരുന്നു. അതായത് നിലത്ത് മണൽ വിരിച്ച് ആ മണലിൻ്റെ പുറത്ത് കൈവിരൽ കൊണ്ട് ആശാൻ പിടിച്ച് എഴുതിക്കുകയായിരുന്നു. അന്ന് നാരായവും ഓലയും ഉണ്ടായിരുന്നു. പനയോലയിൽ നാരായം കൊണ്ടാണ് എഴുതിയിരുന്നത്. ആ എഴുത്ത് അന്ന് ഈ കുട്ടികൾ അക്ഷരമാല, അല്പം സംസ്കൃതം, അമരകോശം, പാട്ടുകൾ മുതലായവ പഠിച്ചിരുന്നു. അന്ന് ഈ ആശാന്മാർ വളരെ അധികം കുട്ടികളെ ഉപദ്രവിക്കുമായിരുന്നു. ബഹുമാനത്തെക്കാൾക്ക് കൂടുതൽ കുട്ടികൾക്ക് ആശാന്മാരെ ഭയമായിരുന്നു. ഉന്നതരായിട്ടുള്ള സാമ്പത്തിക ശേഷിയുള്ളവർ മാത്രം ഈ കുട്ടികളെ വിദ്യാഭ്യാസം നടത്തിയിരുന്നു. അങ്ങനെ പ്രത്യേക സമ്പ്രദായത്തിൽ നാട്ടാശാന്മാരുടെ കീഴിലാണ് അവർ പഠിച്ചിരുന്നത്. ഇവരെയാണ് പിന്നീട് സ്കൂളുകൾ ഉണ്ടായ കാലത്ത് പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടത് എന്നുള്ളതാണ് സത്യം. തൽക്കാലം ഇന്ന് നിർത്തുന്നു. തുടർന്നുള്ള കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോയിൽ പറയാം. നന്ദി, നമസ്കാരം.